ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റിക് മന്ത്ര. എന്നത്തെയും പോലെ ഇന്നും വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ നാച്ചുറൽ ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നൊരു ഫേസ് പാക്കാണ്. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഇതിനായിട്ട് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആവശ്യമുള്ളത് ചിയാ സീഡാണ്. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ടൈറ്റ് ആക്കാനും അതുപോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷനൊക്കെ ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ ഫേസിന് ആ ഇലാസ്റ്റിസിറ്റി കീപ്പ് ചെയ്യാനും നമ്മളൊന്ന് യങ് ആൻഡ് യൂസ്ഫുള്ളാക്കി നിർത്താനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻസൊക്കെ റെഡ്യൂസ് ചെയ്ത് നല്ല ബ്രൈറ്റ്നസ് തരാനും ഉള്ളൊരു ഫേസ് പാക്കാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ഇതുപോലൊരു ചെറിയ കഷ്ണം പൊട്ടറ്റോ, പിന്നെ ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട്, പിന്നെ നമുക്ക് ആവശ്യം 4 ടേബിൾ സ്പൂൺ പാലാണ്. അത് തിളപ്പിച്ചതായാലും തിളപ്പിക്കാത്തതായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ആവശ്യം 2 ടീസ്പൂൺ ചിയാ സീഡാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ 4 ടേബിൾ സ്പൂൺ പാലിലേക്ക് 2 ടീസ്പൂൺ ചിയാ സീഡ് അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ് ഈ കാണുന്നത്. അപ്പം ചിയാ സീഡൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പൊട്ടറ്റോയും ബീറ്റ്റൂട്ടും കഷ്ണങ്ങളാക്കിയത് ഇടുക. ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫേസ് പാക്ക് റെഡിയായി. ബീറ്റ്റൂട്ടിനും ചിയാ സീഡിനും കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാനും സ്കിന്നിനൊന്ന് ഫേമാക്കി നിർത്താനൊക്കെയുള്ള കഴിവുണ്ട്. ഇത് പ്രായമാകുമ്പോൾ നമ്മുടെ ഫേസിലൊക്കെ വരുന്ന ചുളിവുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചിയാ സീഡിൽ ധാരാളം അളവിൽ വൈറ്റമിൻ ഇയും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും സിങ്കും അങ്ങനെ ഒരുപാട് മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് ഒത്തിരി ബെനിഫിറ്റ്സാണ് തരുന്നത്. അപ്പോൾ ഈ ഒരു ചിയാ സീഡ് കൊണ്ട് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കി എക്സ്റ്റേണലായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ചിയാ സീഡും ബീറ്റ്റൂട്ടൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരു ഹെൽത്തി സ്കിന്നിന് എപ്പോഴും ഒരു ഹെൽത്തി ഡയറ്റും ആവശ്യത്തിനുള്ള വെള്ളവും വളരെ അത്യാവശ്യമാണ്. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കാനും ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. മേക്കപ്പ് ഒക്കെ ഇട്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ കൈയോ ഉപയോഗിച്ച് നമുക്ക് ഫേസ് പാക്ക് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യാം. നമുക്കിത് കണ്ണിൻ്റെ ചുറ്റും ചുണ്ടിലെല്ലാം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ, അതായത് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ ഡ്രൈ ആയി തുടങ്ങുന്ന ആ ഒരു സമയം വരെ കീപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ഈ ഒരു ഫേസ് പാക്ക് ചെറുതായിട്ടൊന്ന് ലൂസാക്കുക. അതിനുശേഷം നമ്മുടെ ഫേസിൽ അതിങ്ങനെ മസാജ് ചെയ്യുക. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ മസാജ് ചെയ്യുക. അതിനുശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് പാക്കിൽ ആഡ് ചെയ്തിരിക്കുന്ന ബീറ്റ്റൂട്ടും പൊട്ടറ്റോ ഒക്കെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഒരു നാച്ചുറൽ എക്സ്ഫോളിയൻ്റ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെൽസിനൊക്കെ റിമൂവ് ചെയ്ത് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പൊട്ടറ്റോയിലുള്ള അസിഡിക് കണ്ടൻറ്റിന് നമുക്കൊരു മൈൽഡ് ബ്ലീച്ചിങ് എഫക്റ്റ് തരാനൊക്കെയുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഇത് ഇലാസ്റ്റിസിറ്റി ഒക്കെ തരുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഫേഷ്യലൊക്കെ ചെയ്ത ഗ്ലോ തരാനും ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ നമ്മുടെ ഫേസ് ഈ ഫുള്ളായിട്ട് ഗ്ലോ ആവാനൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കിടിലൻ റിസൾട്ടാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. ഇതൊരു സ്കിൻ ചാലഞ്ചായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ 7 ഡേയ്സ് ഇത് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നവരൊക്കെ നിങ്ങൾ ഫേസിൽ എന്തോ ചെയ്തല്ലോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എനിക്കിത് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്കും ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നവർക്കും അത് ഒത്തിരി വാല്യുബിളാണ്. ഇതിൻ്റെ റിസൾട്ട് ഗ്യാരണ്ടീഡ് ആണ്. നിങ്ങൾ ചെയ്ത്